മനുഷ്യൻ്റെ ഒരു പ്രത്യേകത തന്നെ പരിശീലനം ലഭിച്ചാലല്ലാതെ ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല എന്നുള്ള. നമ്മുടെ മലബാറിലൊക്കെ സാധാരണ നാടന്മാർ ഉപയോഗിക്കുന്ന ഒരു ചൊല്ലുണ്ട്, നീർക്കോലിക്കുട്ടിക്ക് നീന്താൻ പഠിപ്പിക്കണ്ടെന്ന്. അതായത് നീർക്കോലിക്കുട്ടി എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ വിഷമില്ലാത്ത സാധനം. ജനിക്കുമ്പോൾ തന്നെ അത് വെള്ളത്തിലാണ് ജനിക്കുന്നത്, അതുകൊണ്ട് നീന്താൻ പഠിച്ചുകൊണ്ടാണ് അത് ജനിക്കുന്നതും അങ്ങനെ. അപ്പോൾ അതിന് പ്രത്യേകം പഠിപ്പിക്കേണ്ട. ഇത് സത്യത്തിൽ നീർക്കോലിക്കുട്ടിയുടെ മാത്രം പ്രത്യേകത അല്ല, മനുഷ്യനല്ലാത്ത ഏത് ജീവിയെ വെള്ളത്തിലിട്ടാലും നീന്തും. ഒരു പല്ലി ഒരു പാത്രത്തിലെ വെള്ളത്തിൽ ചാടിയാൽ നീന്തി അത് കയറിപ്പോവും. ഇങ്ങനെ ഒരു പശുക്കുട്ടിയെ വലിയൊരു കുളത്തിൽ കൊണ്ടുപോയിട്ടാൽ അത് നീന്തിയിട്ട് കയറും. മനുഷ്യന് മാത്രം ജന്മന നീന്താൻ കഴിയില്ല, അവനത് പഠിച്ചെങ്കിലേ കഴിയുള്ളൂ. എല്ലാ ജീവികളും ജനിക്കുമ്പോൾ അവരുടേതായ ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് ജനിക്കുന്നു. അവർ മരണം വരെയും അതേ ഭാഷ തന്നെ സംസാരിക്കുന്നു. മനുഷ്യൻ എന്ന് പറയുന്നത് സംസാരിക്കുന്ന മൃഗം എന്നാണ് അവൻ്റെ നിർവചനം തന്നെ. പക്ഷേ ഈ സംസാരം അവൻ മുതിർന്നു വരുന്നതിനനുസരിച്ച് പഠിച്ചുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് മനുഷ്യന് പരിശീലനം ലഭിച്ചാലല്ലാതെ ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല. പ്രഭാഷകന്മാർ, ട്രെയിനിങ് നടത്തുന്നവർ, ആളുകൾക്ക് ഉത്ബോധനം നടത്തുന്നവർ പുതിയ കാലത്തെ ആളുകളെയും അവരുടെ രീതികളെയും ഒക്കെ ട്രെയിൻ ചെയ്ത് പഠിച്ചെടുത്ത് വേണം പ്രബോധന രംഗത്ത് ഉണ്ടാവാൻ എന്നതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അതായത് എല്ലാവരോടും ഒരേ നിലയിലല്ല അഭിസംബോധനം ചെയ്യേണ്ടത്. പിന്നെ ഇന്നത്തെ സോഷ്യൽ മീഡിയ ഒരാളോട് ചെയ്യുന്ന അഭിസംബോധനം എല്ലാവരിലേക്കും എത്തിക്കുന്ന രീതിയായി മാറിയിട്ടുണ്ട്. അതൊരു പിന്നെ മെറിറ്റ് എന്നോ ഡിമെറിറ്റ് എന്നൊക്കെ പറയാൻ പറ്റും. അതിന് കുറേ മെറിറ്റുകളുണ്ട്, ചില ഡിമെറിറ്റുകളുണ്ട്. വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തോട് പറയുന്ന ശൈലി വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് അത്ര രസകരമായി കൊള്ളണമെന്നില്ല. പഴയ കാലത്ത് പാതിരാ പ്രഭാഷണങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന നീട്ടിപ്പറയുന്ന ഒരു ശൈലി പുതിയ തലമുറക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പറയണം, കുറച്ച് പറഞ്ഞാൽ കൂടുതൽ അവർ മനസ്സിലാക്കും. അതാണ് പുതിയൊരു. അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിലേക്ക് അത് മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതിന് നല്ല പരിശീലനങ്ങൾ മതപ്രബോധന രംഗത്തുള്ള ആളുകൾ നേടിയെടുക്കണം, എന്നാലേ പ്രശ്നം പരിഹരിക്കാൻ കഴിയുള്ളൂ എന്നാണ് എൻ്റെ നിരീക്ഷണം. ഇപ്പോൾ ഏത് മതങ്ങളെടുത്താലും, ഇസ്ലാം ആണെങ്കിലും ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും ഹൈന്ദവ മതമാണെങ്കിലും ഒക്കെ തന്നെ മതങ്ങളുടെ പേരിലാണ് ഇപ്പോൾ ഇന്ത്യയിൽ പോലും പള്ളി പണിയുന്നു, പൊളിക്കുന്നു, പ്രശ്നങ്ങളുണ്ടാക്കുന്നു, ഗോമാംസത്തിൻ്റെ പേരിൽ മനുഷ്യനെ തല്ലിക്കൊല്ലുന്നു. അങ്ങനെ മതങ്ങളുടെ വിശ്വാസത്തിൻ്റെയൊക്കെ ഇതിലാണ് ഈ വിഷയങ്ങളുണ്ടാകുന്നത്. സത്യത്തിൽ മതങ്ങളല്ലേ മനുഷ്യനെ ഇങ്ങനെ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് യുവ തലമുറ ചിന്തിച്ചാൽ, ന്യൂജൻ ചിന്തിച്ചാൽ കുറ്റം പറയാൻ പറ്റും. ചില വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് പിൽക്കാലത്ത്. ഇപ്പോൾ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന വാക്ക് പറഞ്ഞയാളുടെ ഉദ്ദേശവും ഇന്നത് കേൾക്കുന്നവരുടെ ഉദ്ദേശമൊക്കെ തമ്മിൽ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. മതം എന്നത് മനുഷ്യനെ നിയന്ത്രിച്ച് നിർത്തും എന്നതാണ് ആയിരിക്കാം എന്ന് തോന്നുന്നു പറഞ്ഞ ആളുടെ ആശയം. പക്ഷേ ഇന്നത് വേറൊരു തരത്തിലാണ് വായിക്കപ്പെടുന്നത്. മതങ്ങൾക്ക് മനുഷ്യനെ നിയന്ത്രിച്ച് നിർത്താനുള്ള കഴിവുണ്ട്. ഒരു മനുഷ്യന് അവനെ സ്വയമായി നിയന്ത്രിക്കാൻ പല വിഷയങ്ങളിലും കഴിയില്ല. ഇങ്ങനെ കഴിയാത്ത വിഷയങ്ങൾക്കാണ് നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ നിയമം ആണ് യഥാർത്ഥത്തിൽ മതങ്ങൾ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്, എങ്ങനെയാണ് മറ്റൊരാളോട് പെരുമാറേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു രീതി, ഈ രീതിശാസ്ത്രത്തെയാണ് നമ്മൾ മതങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മതങ്ങൾ മനുഷ്യനെ നന്മയിലേക്കാണ് കൊണ്ടുപോകുന്നത്, ഒരിക്കലും തിന്മയിലേക്കല്ല. അതുകൊണ്ട് നല്ല മനുഷ്യനെ ഉണ്ടാക്കി തീർക്കുന്നത് യഥാർത്ഥത്തിൽ മതങ്ങൾ തന്നെയാണ്. ഇത്തരം ചിന്തകളിൽ നിന്ന് എനിക്ക് തോന്നുന്നു നല്ല മനുഷ്യനെ ഉണ്ടാക്കുന്നത് മതങ്ങളാണ്, മതനിയമങ്ങളാണ് എന്ന് പറയുമ്പോൾ ഈ മതനിയമങ്ങൾ പാലിക്കാതെ മതങ്ങളെ അനുസരിക്കാതെ നടക്കുന്ന ആളുകളും നല്ല മനുഷ്യരായി എത്രയോ ഉണ്ട്. അപ്പോൾ ഈ പറയുന്നതിന് വിരുദ്ധമല്ലേ അത്? ഓക്കെ, അതൊരു നല്ല ചോദ്യമാണ്. അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർക്ക് ഈ നിയമങ്ങൾ എവിടെ നിന്ന് കിട്ടിയതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ മദ്യപാനം എടുക്കാം. ഒരാൾക്ക് സ്വയമായി തോന്നുകയാണ് മദ്യപാനം എന്ന് പറയുന്നത് അത്ര ശരിയല്ല, അതുകൊണ്ട് മദ്യപാനിയെ ആളുകൾ മോശമായി കാണുന്നു, അതുകൊണ്ട് എനിക്ക് മദ്യപാനത്തിൽ നിന്ന് വിട്ടു നിൽക്കാം എന്ന് അയാൾക്ക് സ്വയമായി തോന്നുന്നു എന്നാണ് അയാളുടെ അനുമാനം. പക്ഷെ അത് വന്നിട്ടുള്ള ബേസ് എവിടെ നിന്നാണ്? ഒരാൾക്ക് സ്വയമായിട്ട് അങ്ങനെ തോന്നൂല. അതൊരു അടിസ്ഥാനം, ഒരു ബേസിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ആ ബേസ് മതങ്ങളിലേക്കാണ് ചെന്ന് ചേരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മതങ്ങളാണ് മനുഷ്യരെ നല്ല നിലയിലേക്ക് നടത്തുന്നത് എന്ന് പറയുന്നതിന് ഒരുപാട് ഉദാഹരണം പറയാം. മനുഷ്യന് അടിസ്ഥാനപരമായി വിവേചിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ചെറിയൊരു കുട്ടി, ആ കുട്ടി അപ്പിയിട്ടത് കഴിക്കുന്നു. ഈ കുട്ടിക്ക് അറിയില്ലല്ലോ അത്
കഴിക്കാൻ പാടില്ലാത്തതാണ്, അല്ലെങ്കിൽ കൈ കൊണ്ട് തൊടാൻ പാടില്ലാത്തതെന്ന് അറിയില്ല. മുതിർന്നു വരുമ്പോൾ അവൻ മനസ്സിലാക്കുന്നു എന്ന് നമ്മൾ വാദിക്കുന്നു. ഇതിൽ നന്മ തിന്മകൾ, ശരി തെറ്റുകൾ എന്ന് പറയുന്നത് എല്ലാ പ്രായത്തിലും ബുദ്ധി അനുസരിച്ച് ഒരു പോലെ ആവണമല്ലോ. കുട്ടികൾക്കത് പ്രശ്നമല്ല, മുതിർന്നവർക്ക് പ്രശ്നമാകുന്നു എന്ന ബോധത്തെ നൽകിയതാരാണ്? അത് മതങ്ങളാണ് യഥാർത്ഥത്തിൽ നൽകിയിട്ടുള്ളത്. അപ്പം മതം എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ ഉള്ളതല്ല. മനുഷ്യൻ എന്നുണ്ടോ അന്ന് മുതൽ അവന് ജീവിത സംഹിതയുണ്ടായിട്ടുണ്ട്. അതിനെയാണ് മതങ്ങൾ എന്ന് പറയുന്നത്. മതം ശരിയല്ല എന്ന് പറയുന്നവരും ശരിയല്ല എന്ന് പറയുന്ന ഒരു മതത്തെ അംഗീകരിച്ച് തന്നെയാണ് പോകുന്നത്. താങ്കളുടെ ഭാഗത്തെ ഖണ്ഡിക്കാൻ വേണ്ടി ചോദിക്കുകയല്ല. മതപ്രബോധകരൊന്നും വന്നിടാത്ത ആദിവാസി മേഖലകളിൽ പോലും ഈ പറയുന്ന ഒരു മനുഷ്യൻ എന്ന നിലക്കുള്ള ജീവിത രീതികൾ അവലംബിച്ച് പോകാറില്ലേ? വ്യത്യാസം ഉണ്ടാവും. അതായത് ഈ മനുഷ്യൻ എന്ന സാധനം എല്ലാ കാലത്തും ഒരുപോലെയാണ്. അവൻ്റെ ഉപകരണങ്ങളാണ് വർദ്ധിച്ചിട്ടുള്ളത്. ഈ പിന്നെ ഇപ്പോൾ പിന്നെ സിംഹം, പഴയ സിംഹവും പുതിയ സിംഹവും ഒക്കെ ഒരേപോലെ തന്നെയാണ്. ആട്, പഴയ ആടും പുതിയ ആടും ഒക്കെ ഒരേപോലെ തന്നെയാണ്. ഇങ്ങനെ വെക്കുമ്പോൾ പഴയ മനുഷ്യനും പുതിയ മനുഷ്യനൊക്കെ ഒരുപോലെ തന്നെയാണ്. അതേസമയത്ത് മനുഷ്യൻ്റെ ഉപകരണങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ യാത്ര, മനുഷ്യന് യാത്ര പോകണം. പഴയ കാലത്ത് പായക്കപ്പലിൽ പോയിരുന്നത് ഇന്ന് വിമാനത്തിൽ പോകുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. മനുഷ്യൻ മാറാത്തത് കൊണ്ട് തന്നെ ആദിമ മനുഷ്യൻ്റെ നിയമങ്ങൾ അവസാന മനുഷ്യൻ വരെയും കൊണ്ട് നടക്കാൻ കഴിയുന്നതാണ്. അതിൻ്റെ പുതിയ പുതിയ വേർഷനുകളാണ് അമ്പിയാക്കൾ അവതരിപ്പിച്ചിട്ടുള്ളത്. 1,24,000 ഏറ്റവും സമ്പൂർണമായ വേർഷനിലാണ് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് എന്ന് മാത്രം. അപ്പം നമ്മൾ ആദിമ മനുഷ്യന്മാർ എന്നോ ആദിവാസികൾ എന്നോ പറയുന്ന അതൊക്കെ മുൻകാലത്ത് ജീവിച്ചു പോയ ചില അമ്പിയാക്കളുടെ അനുയായികൾ തന്നെയാണ്. അവർ പിന്നീട് അന്നത്തെ ശരീഅത്ത് ഇന്നും തുടർന്നു വരുന്ന അന്നത്തെ ഉപകരണങ്ങളല്ല ഇന്നുള്ളത് എന്നതുകൊണ്ട് നമ്മൾ അവരെ പ്രാകൃതന്മാരെന്നോ ആദിവാസികൾ എന്നോ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ അനുകരിച്ചു വരുന്ന നന്മയുടെ നല്ല രീതികളും ഇതേപോലെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇലാഹിയായി വന്നിട്ടുള്ളത് തന്നെയാണ്. ഇപ്പോൾ പല മതങ്ങളിൽ ജീവിക്കുന്ന ആളുകളുണ്ട്, മതമില്ലാതെ ജീവിക്കുന്നവരുണ്ട്. പക്ഷെ മതമില്ലാതെ തന്നെ അങ്ങ് ജീവിച്ച് മരിച്ചു പോകാൻ ഒരാൾ തീരുമാനിച്ചാൽ ഇതിൽ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. കാരണം എന്താ വെച്ചാൽ മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം എന്ന് പറയുന്നത് അവൻ്റെ വിശ്വാസമാണ്. വിശ്വാസം അടിസ്ഥാനവും കർമ്മം അതിൻ്റെ അനുബന്ധവുമാണ്. അടിസ്ഥാനം ശരിയല്ലാത്ത അനുബന്ധങ്ങൾ പലപ്പോഴും ഉപകാരമില്ലാതെ പോകും. അതേസമയത്ത് അനുബന്ധമില്ലാത്ത അടിസ്ഥാനങ്ങൾക്ക് പലതുകൊണ്ടും ഉപകാരം ഉണ്ടാവും. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ ഈമാൻ ഇല്ലാത്ത അമലു സ്വാലിഹാത്ത് എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങളെ കൊണ്ട് ഉപകാരമില്ല. അങ്ങനെ പറയാൻ കാരണം അതിന് അമലു സ്വാലിഹാത്ത് എന്ന് പറയില്ല എന്നുള്ളതാണ്. ഈമാൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ പ്രവർത്തനങ്ങളെ അമലു സ്വാലിഹാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നന്മയായി വിവക്ഷിക്കപ്പെടണമെങ്കിൽ തന്നെ അവൻ്റെ വിശ്വാസം കറക്റ്റായിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഈ വിശ്വാസത്തെയാണ് മതങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോകലാണ് ബുദ്ധി കൊണ്ട് ആലോചിക്കുമ്പോൾ തന്നെ ശരിയാവുന്ന രീതി.